വയനാട് മേപ്പാടിയിൽ +1 വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ് എന്ന പരാതി. പരിക്കേറ്റ അരപ്പറ്റ CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. +2 പഠിക്കുന്ന 15ഓളം വിദ്യാർത്ഥികളാണ് കുട്ടിയെ വളഞ്ഞിട്ട് തല്ലിയത്. വിവരങ്ങളുമായി PS അർജുൻ ചേരുകയാണ്. അർജുൻ, എപ്പോഴായിരുന്നു ഈ ഒരു ക്രൂരമായ റാഗിംഗ് അരങ്ങേറിയത്? കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും എങ്ങനെയാണ്? സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുട്ടിക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. അതായത് മേപ്പാടി അരപ്പറ്റ CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. ഇവിടെ തന്നെ പഠിക്കുന്ന +2 വിദ്യാർത്ഥികളാണ് കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുട്ടിയുടെ പിതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ ഈ കുട്ടി ബോക്സിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ കുട്ടിയെ കുറെ കളിയാക്കുകയും നീ ബോക്സിംഗ് പഠിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയും തുടർന്ന് ഈ കുട്ടിയെ മാനസികമായി കുറച്ചു നാൾ മുമ്പ് തന്നെ തളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് ഇവർ ഈ കുട്ടിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ ചെറിയ ആക്രമണം ഉണ്ടായപ്പോൾ പിതാവ് പറഞ്ഞു, ആ കുട്ടികളല്ലേ നിങ്ങൾ ഒന്നിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞു. തുടർന്ന് പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയെ ടോയ്ലറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ ഈ 15ഓളം വിദ്യാർത്ഥികൾ, +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ മാരകമായ രീതിയിൽ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുട്ടിയുടെ തലയ്ക്കും അതുപോലെ തന്നെ കണ്ണിന് താഴെയും അടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടി ഇപ്പോൾ ബത്തേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത്തരത്തിൽ പോലീസ് ഇതുവരെയും നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഒരു നിശ്ചയം കൂടി കിട്ടിയതിനു ശേഷം, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ കേസെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പോലീസ് പറഞ്ഞതെന്നാണ് നമ്മളോട് പിതാവ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തിനാ തന്നെ ഈ കുട്ടിക്ക് കാര്യമായ ഒരു പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് +1 വിദ്യാർത്ഥിക്ക് +2 വിദ്യാർത്ഥികളുടെ അതിക്രൂരമായ മർദ്ദനം. അർജുൻ PS ആണ് വിശദാംശങ്ങൾ നൽകിയത്.